ഈ റോഡ് പൊങ്ങി വരിക, അല്ലാതെ നമുക്കിവിടെ ജീവിക്കാനും പറ്റത്തില്ല. വികസനമൊക്കെ വേണം, വികസനം ഇല്ല വേണ്ട നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതൊരു പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് തന്നെ നിർമ്മാണം ചെയ്തു കഴിഞ്ഞ ഒരു റോഡായിരുന്നു. ആ റോഡ് ഇപ്പോൾ ഇവിടെ വെച്ച് മുറിഞ്ഞിരിക്കുകയാണ്. 150 വീട്ടുകാർക്കുള്ള ഒരു വഴിയും കൂടെയാണ് അതാണ് അടഞ്ഞിരിക്കുന്നത്. ഇതാ കണ്ടല്ലോ, ഈ പൊട്ടിലൊക്കെ ഇപ്പോൾ വീഴുന്നതാണ്. ഇനി വരുന്ന പേമാരിയിൽ ഇത് പുള്ളങ്ങടിഞ്ഞ് പോകും. റോഡ് സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഈ സൈഡ് വാൾ കെട്ടാമെങ്കിൽ ഒരു കുടുംബം, ഒരു വീട്, ഒരു പ്രവാസികൾ കഷ്ടപ്പെട്ട വീടാണ്. നമസ്കാരം, ശിവശ്ശേരി കൂടെയാണ്. നമ്മുടെ ദേശീയപാതയുടെ എന്താ പറയുക, നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ്. പണ്ട് ശിവശ്ശേരി വീടിൻ്റെ വാർത്ത ചെയ്തിട്ടുണ്ട്. ആ ചേട്ടൻ അന്ന് അവിടെ കാലുതെറ്റി അവിടെ കിടന്നേ, അവിടെ കാലുതെറ്റി കിടന്നിട്ട് അവിടെ ഒരു 8-9 മണിക്കൂർ അവിടെ കുരുങ്ങി കിടന്നത് കാണാം. പുള്ളിക്കാരൻ വന്നപ്പോൾ തെന്നി അങ്ങ് വീണു, ആരും അറിഞ്ഞില്ല. ഒരു നല്ല കാശൊക്കെ ഇല്ലെന്ന് 4.5 ലക്ഷം 4.5 ലക്ഷം രൂപയായി ഹോസ്പിറ്റൽ ചെലവ്. ചേട്ടൻ തിരിച്ചു പോയി, പ്രവാസിയാണ്, ഇപ്പോൾ പോയി. ഇപ്പോഴത്തെ അവസ്ഥയും കാണിച്ചു തരാം. അത് അന്ന് നമ്മൾ ഇതേപോലെ ഇടപെട്ടു, എല്ലാവരും വന്നിട്ട് ഈ വീട് ഒക്കെ സൈഡ് വാൾ കെട്ടാമെന്ന് പറഞ്ഞു, ഒക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം അതാണ് വീട്, എൻ്റെ ബാക്കിൽ കിടന്ന വീടാണ്. അത് എപ്പോൾ വേണോ ഇടിഞ്ഞ് താഴേക്ക് വരും. അവർക്ക് വേറെ എന്താ പറയുക, എങ്ങോട്ട് പോകാനുമില്ല. ഇത് ഈ റോഡ് പൊങ്ങി വരിക, അല്ലാതെ നമുക്കിവിടെ ജീവിക്കാനും പറ്റത്തില്ല. ഈ റോഡ് പൊക്കി തരാമെന്നാണ് അവിടെ ഡൽഹിയിൽ നിന്നുള്ള പേപ്പർ നമുക്ക് തന്നേക്കുന്നത്. ഇത് പൊങ്ങും എന്ന് തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവർ ഈ നാളിത്രയായിട്ട് ഇതുവരെ ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തന്നെ വീണ്ടും ഓടയ്ക്കെന്നും പറഞ്ഞ് കുഴിച്ചിട്ടാണ് ഈ ഭാഗം അത്രയും ഇടിച്ചതേ പൊട്ടൽ വീണ് വീടിൻ്റെ മുകൾവശം പൊട്ടൽ വീണ്ടും വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കളക്ടർ വരും, വന്നതിന് ശേഷമുള്ള തീരുമാനമാണ് നമുക്ക് അറിയേണ്ടത്. ഒരു വീട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വപ്നമാണ്. നമ്മുടെ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് മാറുക, നല്ല ഇടിഞ്ഞു കിടക്കുകയാണ്. എപ്പോൾ വേണോ ആ വീട് താഴേക്ക് നിലം പൊത്താം, വല്ലാത്തൊരവസ്ഥ. അത് വീട് വയ്ക്കുന്ന ആൾക്കാർക്ക് തന്നെ അല്ലേ, അവർക്ക് അറിയാൻ പറ്റുമോ? അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഹൈവേയുടെ പൈസ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ വീട് വൃത്തിയാക്കി എടുത്തതും എല്ലാം ചെയ്തത്. അതുവരെ നമ്മളിങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് റോഡായിരുന്നു. അത് 10-30 വർഷം പഴക്കമുള്ളതാണ്. അതാണ് ഇങ്ങനെ വെട്ടിമുറിച്ച് സഞ്ചാരയോഗ്യമല്ലാത്ത വിധമാക്കി അവർ നിർത്തിയേക്കുന്നത്. ഒരു വണ്ടി ഉള്ളത് പോലും നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റില്ല. ഒരാളിന് സുഖമില്ലാതായ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് വേണ്ടുന്ന നടപടികൾ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇന്ന് കളക്ടറെത്തും, സബ് കളക്ടറാണ് വരുന്നത്. അതിന് മുൻപേ കളക്ടർ ചേംബറിൽ ഞങ്ങളെ വിളിപ്പിച്ചു, അവരുമായിട്ട് സംസാരിച്ചു. ഹൈവേ അതോറിറ്റി വന്നു, അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ കളക്ടർ വരുമ്പോഴേ ഇതിൻ്റെ തീരുമാനം കംപ്ലീറ്റ് അറിയാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓരോ ദിവസവും ഇതിങ്ങനെ പൊട്ടൽ വീണിട്ട് ഇടിഞ്ഞിടിഞ്ഞ് വരുവാണ്. അപ്പോഴാണ് ഇവർ വന്ന് വീണ്ടും ഇങ്ങനെ ഇത് ചെയ്തു വെച്ചത്. പത്രത്തിൽ ഈ ഇടയ്ക്ക് ഒരു വാർത്ത വന്ന 30 ദിവസത്തിനകത്ത് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് പെരുമഴയത്ത് വന്നാണ് അവർ ഈ റോഡ് ഇച്ചിരിയൊക്കെ ഇങ്ങനെ മണ്ണിട്ടൊരു റോഡാക്കി എടുത്തത്. അത് കഴിഞ്ഞ് ഓടയും കുഴിച്ച് മാറ്റിയതിന് ശേഷം, മഴ മാറിയതിന് ശേഷം നാളെ ഇതുവരെ അവർ പിന്നെ 1.5 മാസം ഇതുവരെ ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കളക്ടർ വരുമെന്നുള്ളൊരു റിപ്പോർട്ട് വന്നത് കൊണ്ട് ഇന്ന് 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് വന്ന് ഈ മണ്ണൊക്കെ ഇട്ട് ഇവിടെ ഇടിച്ച് ലെവലാക്കി 2-3 ദിവസം കൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്. ശരി, എന്തായാലും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഒരു വീടൊക്കെ നമ്മൾ വയ്ക്കുന്നതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ. എത്ര കാശ് ലോണൊക്കെ എടുത്തൊക്കെ ലോണുണ്ടോ ചേച്ചി? ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം ചെയ്തു തന്നെയാണ്. കാരണം ഈ ചേട്ടൻ വീഴുന്നതും ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നമുക്കൊത്തിരി ബുദ്ധിമുട്ടായി. അവിടെ വീണ് ഞങ്ങൾ അറിഞ്ഞില്ല, ഒരുപാട് സമയം കിടന്നു. പിന്നെ ഒരു വണ്ടി കൊണ്ടുപോകാൻ എന്ത് പാടുപെട്ടാണ്, ഈ റോഡൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എടുത്ത് കൊണ്ടുപോയി ആംബുലൻസ് കയറ്റിയൊക്കെ കൊണ്ടുപോയാലും ആളിപ്പോൾ ഒത്തിരി ബെറ്ററായി. നമ്മളാ ജീവിത ബുദ്ധിമുട്ട് കൊണ്ട് തിരിച്ച് വീണ്ടും പ്രവാസി ലോകത്തേക്ക് പോയിരിക്കും. വികസനമൊക്കെ വേണം, വികസനം ഇല്ല വേണ്ട നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരാളെ കുടുംബം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്രയും പേര് കുടുംബം കളഞ്ഞിട്ട് വേണം വികസനം. ആ വികസനം നടത്തുമ്പോഴത്തേക്ക് അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇത്ര നാൾ ആറ്റുനോറ്റായിരിക്കും അവർ ആ വീട് പണിത്. നമ്മൾ കളക്ടറിട്ട് വെയിറ്റ് ചെയ്യാം, അദ്ദേഹം വരട്ടെ, സംസാരിക്കാം. ഏതായാലും ഈ പറയും പോലെ ഒരു വീട് വയ്ക്കുന്ന സ്വപ്നം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അറിയാലോ, ഒരു വീടൊക്കെ ഉണ്ടാക്കുന്ന അത്രയും കാശ് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നമാണ് നമ്മളൊരു വീടെന്ന് പറഞ്ഞാൽ. ഈ ഒരു അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ ഗൃഹനാഥനും അവരുടെ വീട്ടുകാരൊക്കെ എന്തുമാത്രം വിഷമിച്ച് കാണുമെന്ന് എനിക്കറിയാം. അങ്ങോട്ട് നോക്കിയാൽ ഒരു കാഴ്ച കാണാൻ പറ്റും. കാരണം ആ റോഡ് സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ആ സൈഡ് വാൾ കെട്ടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ വീട് സംരക്ഷിക്കാൻ പറ്റുന്നില്ല? റോഡ് ഇപ്പോഴേ വന്നുള്ളൂ. വികസനം വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ വികസനം വേണം. അതുകൂടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യം നോക്കണം. എത്ര വർഷം കൊണ്ട് താമസിക്കുന്ന ആൾക്കാർ, ആ റോഡ് കണ്ടോ,
ഈ റോഡ് ഒരു സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന റോഡാണ്. ആ റോഡ് ബ്ലോക്കായി, ഇവിടെ ഡേഞ്ചർ ബോർഡും വെച്ചു. ഇതൊക്കെ അവർക്ക് ഇത്രയും ആൾക്കാർ നടന്നു പോകുന്ന റോഡ് ഡേഞ്ചർ ബോർഡും വെച്ചു. ഇവരെങ്ങനെ പോവും? ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. എങ്ങനെ പോകും അവർ? ഡേഞ്ചർ ബോർഡ് വെച്ചിരിക്കുന്നു, എങ്ങനെ അവർ പോകുന്നത്? എത്രയോ കാലങ്ങളായിട്ട് നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡ് അതിവിടെ ബ്ലോക്ക് ചെയ്തു. പഞ്ചായത്ത് റോഡ് സർവീസ് റോഡുമായിട്ട് മുട്ടിക്കാം എന്ന് ഇതിന് മുമ്പ് വന്ന സബ് കളക്ടർക്ക് ഇവർ ഉറപ്പ് കൊടുത്തതാണ്. ഹൈവേ കോൺടാക്ട് ചെയ്ത് എടുത്തേക്കണവരും അന്ന് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇത് സർവീസ് റോഡായിട്ട് മുട്ടിക്കുമെന്നാണ് പറഞ്ഞേക്കണത്. ഇപ്പോഴും അന്നത്തെ കോൺട്രാക്ട് എടുത്തവരല്ല ഇപ്പോൾ പണി ചെയ്യുന്നത്. അവരൊക്കെ ഇതിൻ്റെ അറിയിപ്പ് കിട്ടിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളെല്ലാം കാത്തു നിൽക്കുന്നത്. അത് ഇത് കണക്ക് ഇതിനെക്കാട്ടും അടുത്തിരിക്കുകയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഇവിടെ കുറച്ച് മണ്ണിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കുറച്ച് കുഴി കുറവ്. അപ്പുറ സൈഡിൽ ഇതിനേക്കാളും കുഴിയാണ്. ആ രണ്ട് വീട്ടിൻ്റെ സ്ഥലത്ത് ഇതിനേക്കാളും കുഴിയാണ്. ഇപ്പോൾ ഇവിടെ ഇത് കളക്ടറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് കൊണ്ടാണ് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയത്. ചിന്ത ചെയ്യേണ്ട, വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ. അതെ അതെ. ഞങ്ങൾ മുമ്പ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഇത്ര അവിടെ അവസ്ഥയിൽ ഒരു ചേട്ടൻ അവിടെ താഴെ കുരുങ്ങി കിടന്നു. നാളെ 5 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ചിലവായി. ആ ചേട്ടന് വൈകുന്നേരം ഞാൻ അവിടെ വന്നായിരുന്നു. അത്രയും വാർത്ത ചെയ്തു. ഒരു സ്വപ്നമായ വീട് ചേച്ചി, എന്ത് ചെയ്യും ചേച്ചി? ഈ പറഞ്ഞതുപോലെ വീടെന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ്. അതിപ്പോൾ അവർക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏണി വെച്ചും കയറാൻ പറ്റത്തില്ല. ആ വിധത്തിലാണ് സർവീസ് റോഡ് കൊണ്ടുവന്ന് കുഴിച്ച് അതെ അതെ അതെ. ഇവിടെ തൊട്ടടുത്ത്, അതായത് 6 മീറ്റർ അപ്പുറത്തെത്തിയപ്പോഴേക്കും എനിക്ക് ഇവിടെ വരാൻ വയ്യാത്തൊരവസ്ഥയായി. പിന്നെ ഞാൻ ചുറ്റിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതിനേക്കാൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് തന്നെ നിർമ്മാണം ചെയ്ത് കഴിഞ്ഞ ഒരു റോഡായിരുന്നു. ആ റോഡ് ഇപ്പോൾ ഇവിടെ വെച്ച് മുറിഞ്ഞിരിക്കുകയാണ്. ഇവിടത്തെ ഹൈറ്റ് കണ്ടില്ലേ? ഏകദേശം 10-20 അടിയോളം താഴ്ചയിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ അതിനു വേണ്ടിയിട്ട് കളക്ടർക്കും മറ്റുമെല്ലാം തന്നെ പരാതി കൊടുത്തിരുന്നു. NH-നും കളക്ടർക്കും പഞ്ചായത്തിലും എന്ന് വേണ്ട മന്ത്രിക്കും ഒക്കെ തന്നെ പരാതി കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കളക്ടർ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഇവിടുത്തെ ചേട്ടനാണ് ഒരു രാത്രിയിൽ താഴെ, അതെ ശരിക്കും പറയാം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കാനുള്ള ആളല്ല. അതെ 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 അതെ. ഇവിടെ ഇപ്പോൾ വെള്ളക്കെട്ടും കൂടി ഉണ്ട്. അന്ന് ആ വെള്ളത്തിനും അല്ല വീണല്ലോ, ഭാഗ്യവശാൽ വെള്ളം ഇല്ലായിരുന്നു അതിനകത്ത്. അതെ അതെ. അല്ല മറ്റേ ആരെങ്കിലും ഇപ്പം പരിചയം ഇല്ലാത്ത ആൾക്കാർ ഇതുവഴി ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഈ കുഴിയിൽ 20 അടി താഴ്ചയുള്ള കുഴിയിലായിരിക്കും ചെന്ന് വീഴുന്നത്. അല്ല അത് ചിലപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വന്നെന്നിരിക്കും. റോഡ് കണ്ട നല്ല റോഡാണിത്. ആ റോഡ് ഈ താഴ്ചയിലേക്ക് ആള് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചോദിക്കുകയാണ്. കാരണം ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നിങ്ങളൊക്കെ എല്ലാം ഇവിടുത്തെ പൊതുപ്രവർത്തകരല്ലേ, നിങ്ങളൊന്നും ആദ്യം പറഞ്ഞില്ലേ ഇത് സംഭവം? അതെല്ലാം അല്ല, ഇതേ ലെവലിൽ വരുമെന്നാണ് പറഞ്ഞത്. നമ്മളെ വസ്തുവിന്റെ ലെവലിൽ വരുമെന്നാണ് പറഞ്ഞത്. ഭൂമി എടുക്കുമ്പോഴും അങ്ങനെയാ പറഞ്ഞത്. ഇത്രയും താഴ്ച ചെയ്യുമെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഈ വസ്തുവിന്റെ ലെവൽ എങ്ങനെയാണോ ആ രീതിയിലാണ് സർവീസ് റോഡുകൾ വരുമായിരുന്നത്. അങ്ങനെയാണ് വരുമായിരുന്നത്. പക്ഷെ ഇവിടെ മാത്രം നല്ല അഗാധമായിട്ടുള്ള കുഴിയെടുത്തു. ചേച്ചി ഒന്നെങ്കിലും ഇവർക്ക് ഈ വസ്തുവും വീടൊക്കെ എടുത്തിട്ട് അവരുടെ കാശ് കൊടുക്കുക, അല്ലാതെ ഇവരെന്ത് ചെയ്യും ചേച്ചി? ഇവിടെ പൊട്ടിയാണ് പൊട്ടി ചേച്ചി അവസ്ഥ. ഈ വീട് കണ്ടോ അങ്ങ് പോവും ചേച്ചി താഴെ. കുടുംബത്തിന് മാത്രമല്ല 150 വീട്ടുകാർക്കുള്ള ഒരു വഴിയും കൂടെയാണ് അതാണ് അടഞ്ഞിരിക്കുന്നത്. ഒരു അപ്പുറം ഇപ്പുറം ഒക്കെ വീടുണ്ട്. വീട്ടുകാർക്ക് സ്കൂളിൽ പോകാനും ഈ പറഞ്ഞ നഴ്സറി സ്കൂളിൽ പോകാനും മീൻ മാർക്കറ്റിൽ പോകാനും ക്ഷേത്രത്തിൽ പോകാനും ഉള്ള ഏക ഒരു ആശ്രയം ഈ വഴിയായിരുന്നു. അപ്പം അതാണ് ഇല്ലാതായത്. ഈ വീട്ടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വലിയ ശോചനാവസ്ഥയാണ്. ഒക്കെയാണ് ഇവിടെ സൈഡ് വാൾ കെട്ടണം. ഇവിടെ പേടിയാവുന്നു, പേടിയാവും. അത് ഇടിഞ്ഞു പോകും. ചെറിയ ഭാഗം പൊട്ടിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം പൊട്ടിയിരിക്കുകയാണ്. ഇത് എങ്ങനെയാണോ താഴെ പോകാൻ സാധനം? ഇതാ കണ്ടല്ലോ, ഈ പൊട്ടിലൊക്കെ ഇപ്പൊ വീഴുന്നതാണ്. ഇനി വരുന്ന പേമാരിയിൽ ഇത് ഫുള്ള് ഇടിഞ്ഞു പോകും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ കിടക്കാതെ നമുക്ക് വേറെ വീടും കൂടിയൊന്നും ഇല്ല, ഇവിടെ കിടക്കാനേ പറ്റും. അന്ന് ചേച്ചിയുടെ ചേട്ടനോ ചേച്ചിയുടെ എന്റെ ചേച്ചിയുടെ മോനാണ്. മോൻ ഇന്ന് ഇവിടെ ഇല്ല, അവനൊരു അത്യാവശ്യ കാര്യമായിട്ട്. അതെ, അത് കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. അവര് നമുക്കിതിന് അനുമതി തന്നിട്ടുണ്ട്. പക്ഷേ ഇവര് കോൺട്രാക്ടർ എടുത്ത ആളുകൾ ഇതുവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ അനുകൂലമായി വിധിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്, അതിന് നഷ്ടം കൊടുക്കാനുള്ളത് ഈ കോൺട്രാക്ടറാണെന്നാണ് ഇവിടെ വിധിച്ചേക്കുന്നത്. അവർ യാതൊരുവിധ റെസ്പോൺസും ഇല്ല. ചേട്ടാ ഒറ്റ കാര്യം, ആ റോഡ് സംരക്ഷിക്കാൻ വേണ്ടി സൈഡ് വാള് കെട്ടാൻ വേണ്ടി അവർക്ക് കാശുണ്ട്. ഈ വീട് സംരക്ഷിക്കാൻ വേണ്ടി ഈ റോഡൊക്കെ ആക്കുക നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയില്ലേ? ഇവിടെ ഇത്രയും കുത്തി കുഴിച്ചിട്ടിട്ട് ഈ ഒരു സൈഡ് വാള് കെട്ടണ്ടേ? ഇവിടെ കെട്ടണം, തീർച്ചയായിട്ടും അത് കെട്ടണം. അതിനാണല്ലോ നമ്മൾ പരാതിയെ കൊടുത്തത്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പേപ്പറുകളൊക്കെ എല്ലാം അനുകൂലമാണ്. അന്ന് ഡെപ്യൂട്ടി തഹസിൽദാരും ഒക്കെ വന്നിരുന്നു. കളക്ടറേറ്റിൽ നിന്നുള്ള പേപ്പർ അനുകൂലമാണ്.
പക്ഷെ ഇത് ചെയ്യാനുള്ളത് കോൺട്രാക്ടറാണെന്നാണ് പറയുന്നത്. അവരിപ്പോൾ വേറെ അപ്പീലൊക്കെ പോയിരുന്നു. എന്നാലും അത് മാത്രമല്ല ഇവിടുത്തെ ഗൃഹനിർമ്മാണ വീണ് ഒരു മാരകമായ പരിക്ക് പറ്റി ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് അധികം മണിക്കൂറാണ് പുള്ളിയുടെ കുഴി കിടന്നത്. തീർച്ചയായിട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള പണി നടത്തിയത് കൊണ്ടും അതിന് വേണ്ടുന്നൊരു പഠനം നടത്താത്ത ഇങ്ങനൊരു പണി നടത്തിയതുകൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ കാരണം. ബ്ലോക്ക് വീട് ഇതൊരവസ്ഥ. ഇത് ഒരു വീടല്ല ഇവിടുന്ന് ഈ ഒരു വരി ഇരിക്കുന്ന 2-3 വീടുകൾക്ക് വലിയ മോശമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും, അത് സംശയിക്കേണ്ട. പരിഹാരം വേണമല്ലോ, വേണം. വീട്ടിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റും. അവർക്ക് വീട് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഏകദേശം നല്ല രീതിയിലുള്ളൊരു വീടാണ്, വലിയ വീടാണ്. അപ്പോൾ അത് അവർക്ക് അതിന് സംരക്ഷണ ഭിത്തി കെട്ടി നിലനിർത്തി കൊടുത്താൽ മതി. സൈഡ് വാൾ കിട്ടുകയും വേണം, നമുക്ക് പഞ്ചായത്ത് റോഡിൽ കൊള്ളിക്കുകയും വേണം. അതാണ് ഒരുപാട് പേർക്ക് വഴി നടന്നിറങ്ങാനുള്ള വഴി പോലും ഇല്ല. ഇത്രയും കുറെ ഈ റോഡ് ആ റോഡ് ബന്ധിക്കുന്ന അവിടെ തൊട്ട് ഇത്രയും വീടുകാർക്ക് പോകാനുള്ള വഴിയാണിത്. നടന്നിറങ്ങാനുള്ള വഴി പോലും ഇല്ല. ഈ വീട് എപ്പോഴാണ് മറിയുന്നതെന്നും പറഞ്ഞിരിക്കുന്ന വീടാണ്. ഇപ്പോൾ തന്നെ പൊളന്നിരിക്കുന്നത്. മഴ പെയ്താൽ പോയി. ഏതായാലും സബ് കളക്ടർ 3:30 മണിയോടുകൂടി സബ് കളക്ടർ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നുണ്ട്. കളക്ടറെ കാത്താണ് നിൽക്കുന്നത്. മാസ് പെറ്റീഷനുണ്ട്, എല്ലാവരും ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കളക്ടർ വരട്ടെ, സംസാരിക്കാം. കാരണം ആശങ്കയാണെന്ന് വെച്ചാൽ വികസനം വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല. വികസനം വേണ്ടെന്ന് ആരും വികസനം വേണം. പക്ഷേ ആ ഒരു റോഡ്, ആ ഒരു ഹൈവേ റോഡ് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത അതേ പരിശ്രമം ഇങ്ങോട്ടും കൂടെ വേണം. കാരണം പ്രവാസിയായ ഒരു ചേട്ടൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വപ്നം കൊണ്ട്, അല്ലെങ്കിൽ അയാൾ അത്രയും കാശ് മുടക്കി പണിതൊരു വീടിൻ്റെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. വേണം, പരിഹാരം ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം വികസനത്തോടൊപ്പം തന്നെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള മനസ്സും കൂടി ഗവൺമെൻറ് കാണിക്കുമെന്ന് വിചാരിക്കുന്നത്. നോക്കാം നമുക്ക്. എന്തായാലും കളക്ടർ വരട്ടെ. അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാനല്ലേ പിടിച്ച് മുകളിൽ കൊണ്ട് കയറ്റിയത്. ഈ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ വരികയാണോ? പിന്നെ അല്ല ആരും വരും, എൻ്റെ മോന് വേണ്ടി ഞാൻ വരണ്ടേ. അന്നാ മോൻ അവിടെ കിടന്ന് 8 മണിക്കൂർ കിടന്ന് ആരും കണ്ടില്ല. അന്തം വിട്ട് മോൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞില്ലേ. പോയി അന്ന് അമ്മ ഞാൻ തന്നെ പിടിച്ച് മോളെ കയറ്റി. ഇത് വേണ്ടേ, ഇതൊക്കെ പരിഹരിക്കണ്ടേ? പിന്നെ കാരണം ഈ വീടങ്ങ് പോകും താഴെ. അയ്യോ അമ്മ എൻ്റെ മോൻ്റെ ആടോണേ മക്കളെ. അതുപോലെ സാറ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇപ്പോൾ ഇവിടെ മൊത്തം വിള്ളലായിരിക്കുകയാണ് സാറേ. ഇത് മൊത്തം ആശങ്കയാണ്, ഒരു കൂട്ടം ആൾക്കാരുടെ ആശങ്കയാണ്. മൊത്തം ഇടിഞ്ഞു കിടക്കുകയാണ് സാറേ ഇവിടെ. സാറത് ഇവിടെ സാറ് കണ്ടായിരുന്നോ? മൊത്തം ഇടിഞ്ഞുകൊണ്ടിരിക്കുക. ഈ നാഷണൽ ഹൈവേ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സൈഡ് വാൾ കെട്ടി ഒരു വീട്, വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, അവരുടെ സ്വപ്നമാണ് ഈ വീട് ഇടിഞ്ഞു പോകാൻ പോകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. നമ്മുടെ ഈ പഞ്ചായത്ത് റോഡാണ്. അവിടെ ഒന്നും ഇപ്പോൾ താഴേക്ക് ഇറങ്ങാനായിട്ട് കഴിയുന്നില്ല. ആ റോഡ് ഇപ്പം മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ പഞ്ചായത്ത് റോഡ് സംരക്ഷിക്കണം. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള സംവിധാനം ചെയ്തു തരണം. ഇപ്പൊ അവര് ഇവിടെ വന്ന് നോക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അവർ അക്കരെ നിൽക്കുന്നു, നമ്മളെല്ലാവരും ഇക്കരെ നിൽക്കുന്ന വിഷയമാണ്. ഒരു പ്രൊട്ടസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മണമ്പൂർ പഞ്ചായത്ത് ഇതുവരെ കാണാത്തൊരു പ്രൊട്ടസ്റ്റ് ആയിരിക്കും അല്ലേ? അതുണ്ടാവും. ഈ റോഡ് നമുക്ക് ഈ ഹൈവേയുമായിട്ട് ചേർത്ത് തരികയും അല്ലെങ്കിൽ എന്താണ് ഇരു ഭാഗത്തുമായിട്ട് ചെയ്ത് തന്നില്ല എങ്കിൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ഞങ്ങൾ നടത്തും. അതുപോലെ തന്നെ ഈ വീടിന്റെ സംരക്ഷണവും നിർബന്ധമായിട്ടും ചെയ്തേ മതി. ഈ പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത് റോഡ് ഒരു വെളിയിലേക്ക് പോകുന്നതിന് ഒരു വാതാനുമായിരുന്നു ഈ റോഡ്. അത് വളരെ ബുദ്ധിമുട്ടിയാണ് ആ റോഡ് ചെയ്തത്. അമ്മേരെ കണ്ണിലെ നനവ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പലപ്പോഴും. കരഞ്ഞ് ഊപ്പാട് വന്ന് ഇനി കരയാൻ വേണ്ടി ഇല്ല. നമ്മളെല്ലാവരും ഒന്നടങ്കം ഇവിടുത്തെ ജനങ്ങളും ഈ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. അതുപോലെ നമ്മളെ പ്രദേശത്തോ ഇങ്ങനെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ തുടക്കം മുതലുള്ള ഒരാളാണ് ഞാൻ. അന്ന് പഞ്ചായത്ത് മെമ്പറൊന്നും അല്ലായിരുന്നു. അവർക്ക് ആദ്യത്തെ ഒരു പെറ്റീഷൻ പേന കൊണ്ട് എഴുതി കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവരോട് അവരൊന്നും സാമ്പത്തികമായിട്ട് മെച്ചൂരിറ്റി ഉള്ളവരൊന്നുമല്ല. ഇനി ഒരു വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ അവരെ കൊണ്ട് കഴിയത്തുമില്ല. തുച്ഛമായ ഭൂമിയാണ് ഇവിടുന്ന് പോയത്. അതിന്റെ പൈസയൊക്കെ കടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്ന് ഇത്ര ആക്കിയെടുത്തത്. അപ്പോഴത്തേക്കാണ് ഇടിഞ്ഞു തുടങ്ങിയത്. ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ 5 പൈസയില്ല, ഒരു കൊച്ചിനെ കെട്ടിക്കാതിരിക്കുന്നത്. അപ്പോൾ അവിടെ സംരക്ഷണ ഭിത്തി കിട്ടി ആ റോഡ്, ആ വന്നിരിക്കുന്ന പഞ്ചായത്ത് റോഡ് പുതിയ റോഡിലേക്ക് മുട്ടിച്ചു കൊടുക്കണം. ഇത് ഇവർക്ക് മാത്രമല്ലെന്ന് തൊട്ടടുത്ത് ഇത്തിരി പേരുണ്ട്, മുകളിലോട്ടല്ല.
ഉണ്ട്. ഈ ഏരിയയിൽ ഈ പ്രദേശത്ത് ഒരുപാട് വീട് ഇങ്ങനെ വീട്ടുകാർക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഇവിടെ നിന്നുള്ള പേപ്പർ വർക്കൊന്നുമല്ല. ഡൽഹിയിൽ അവരെ ഒരു പേപ്പർ വെച്ചിട്ട് വാർത്ത ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉളപ്പാസം അന്ന് ആ പേപ്പറിൽ ഉറപ്പ് വന്നിട്ടായിരുന്നു ഇവിടെ വാള് കെട്ടായിരുന്നു അല്ലേ? ഉറപ്പ് വന്നായിരുന്നു. ആ ഉറപ്പ് ഇവരെ പാലിച്ചിട്ടില്ല. പൊങ്ങും 1 മീറ്റർ നമ്മുടെ വസ്തുവിൽ നിന്നും 1 മീറ്റർ താഴത്തിൽ റോഡ് വരും. കാരണം നമ്മളെ വാർത്ത കണ്ടതിന് ശേഷമാണ് അന്ന് അവരത്രയും ചേട്ടനൊക്കെ ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇതുവരെ ഫലം ഉണ്ടായിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഇന്നലെ ചെയ്തതാണ് ഇത്ര ഈ റോഡ് ഇങ്ങനെ ആക്കിയത്. അത് ഇന്ന് കളക്ടർ വരുമെന്ന് പറഞ്ഞതിന്റെ പേര്. അല്ല, ഞാൻ അവരോട് പറഞ്ഞു ഒരു കൈൻഡ് ഇൻഫർമേഷൻ, ഇത് നാളെ ഈ വീട് പോലെ സംഭവിച്ചാൽ എല്ലാവരും ചേട്ടന് പരിക്കൊട്ടിയല്ലോ നടന്ന്. അതെ, അന്ന് സംഭവിച്ചിട്ട് നമ്മൾ വാർത്തതിന് ശേഷമാണ് ഈ പോസ്റ്റർ അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയത്. അന്ന് ഈ പോസ്റ്റർ അവിടെ ഇരിക്കുകയായിരുന്നു. നിങ്ങളെല്ലാം കൂടെ നിൽക്കണം. അടുത്ത ദിവസം നാളെ 11 മണിക്ക് രാവിലെ കളക്ടർ പഞ്ചായത്തിൽ വരാമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് ഇതിന് കൃത്യമായ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം ഉണ്ടാവും. ഏതായാലും സബ് കളക്ടർ വന്നു. അവരക്കരെ ഇവിടെ ബാക്കിയുള്ള നാട്ടുകാരൊക്കെ ഇക്കരെ ഈ പറയുന്ന നമ്മൾ മുമ്പ് വാർത്ത ചെയ്യപ്പോഴത്തേക്ക് പ്രധാനമന്ത്രിക്ക് അയച്ച ഇമെയിലൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തു. ഏതായാലും നാളെ ഈ NHAയുടെ ആൾക്കാരൊക്കെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് വരും. പുതിയതായി ചുമതലയെടുത്ത കുഞ്ഞുമുള ചേച്ചിയാണ് നോക്കുന്നത്. എന്തായാലും പ്രസിഡന്റിനെ കാണാൻ വേണ്ടി എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരുപാട് ജനങ്ങളുടെ വിഷയം കൂടിയാണ്. ഈ റോഡിൽ നിന്ന് മുറിച്ചു കളഞ്ഞു. ആ റോഡ് ഇപ്പോൾ ഇല്ല. പിന്നെ അപ്പുറത്തും ഈ വീട് പോലെ അപ്പുറത്തും വേറെ വീടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് പ്രധാനമന്ത്രി ഈ പറയുന്ന ഇമെയിൽ അയച്ച് ഉറപ്പ് കൊടുത്തതാണ്. പക്ഷേ ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ഒരു റോഡ് സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഈ സൈഡ് വാൾ കെട്ടാമെങ്കിൽ ഒരു കുടുംബം, ഒരു വീട്, ഒരു പ്രവാസി എന്ന് കഷ്ടപ്പെട്ട വീടാണ്. അതിന് ഉത്തരവാദിത്വം കൊണ്ട് കാണിക്കണം. ഇസ്മേൽ വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.